മിണ്ടാതിരുന്നു അവിടെ. ദോഷം പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വെച്ച് ഓരോന്ന് ചെയ്യുമ്പോ പിന്നെയും കിടന്ന് ഒച്ച വെക്കാം. മോളിക്കുട്ടി, പിന്നെ പറയാതിരിക്കുന്നത് എങ്ങനെയമ്മേ? അഹങ്കാരം മൊത്തം ഇറങ്ങിയിരിക്കുക. എല്ലാവരും വലം വെച്ച് വന്നോളൂ. വാ മോളെ, വാ. ക്ഷേത്രത്തിലേക്ക് വരുമ്പോ ഒരുപാട് കാര്യങ്ങൾ മോളുടെ കയ്യിൽ നിന്ന് കണ്ടുപിടിക്കാനുണ്ട്. അതെന്താ? ഒന്നുമില്ല, നടക്കൽ നിൽക്കുമ്പോ എല്ലാവരും മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒന്നാ. പക്ഷെ എല്ലാം തികഞ്ഞ രീതിയിൽ ചെയ്യാൻ ചിലർക്കേ പറ്റൂ, മോളെ പോലെ. അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ നാളെ മുതൽ ക്ഷേത്ര ദർശനത്തിൽ പാലിക്കേണ്ട രീതികൾ എന്നൊക്കെ പറഞ്ഞ് ഇയാള് ട്യൂഷൻ ക്ലാസ് തുടങ്ങിക്കളെ. ഒന്ന് മിണ്ടാതിരിക്കാം. എത്ര നാളായി ഇവരുടെ വിവാഹം നടന്നിട്ട്? 1 വർഷം. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരം എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? അറിയാൻ തിരുമേനി, അതുകൊണ്ട് തന്നെയാ ഞാൻ ഇവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. എല്ലാം ഭംഗിയായി ചെയ്തിട്ട് മടങ്ങിക്കോളൂ. അധികം താമസിയാതെ അതിന്റെ ലക്ഷണവുമായിട്ട് ഈ നടയിലേക്ക് തന്നെ തിരിച്ചെത്താൻ പറ്റട്ടെ. എല്ലാ അമ്മയുടെ അനുഗ്രഹം. നന്നായി വരട്ടെ മക്കളെ. അതാമേ അത്ര പ്രത്യേകതയുള്ളൊരു വഴിപാട്? അതൊക്കെ ഉണ്ട്. ആ പറയമ്മേ, വഴിപാടുകളെ കുറിച്ച് കേൾക്കാനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടം. കേൾക്കൽ മാത്രം ആക്കണ്ട, കുട്ടി തന്നെ വഴിപാട് ചെയ്തോ. എന്താ? പിന്നെന്താ? എന്നാലും പറയില്ലെന്ന് തന്നെയാണല്ലേ? എന്തിനാണ് തിരക്ക് പിടിക്കുന്നേ? എന്റെ കൂടിഞ്ഞ് വന്നാ പോരെ. കണ്ടോ, ഇതാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. ഇവിടെ വന്ന് മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ച എത്രയോ പേർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്നറിയോ? എന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളുടെ കുഞ്ഞിനെ താലോലിക്കാന്നുള്ളത്. അതിനിപ്പോ ഇത്രയും നല്ലൊരു കാര്യം വേറെന്താ ചെയ്യാനുള്ളത്? വാ. അല്ലമ്മേ, അത് ഇത്തരം ചടങ്ങുകളൊക്കെ നമ്മള് ഏതു നേരവും ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതിന് നേരവും കാലവും ഇല്ലേ? എന്നാ ആരാ കുട്ടിയോട് പറഞ്ഞത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തിരുമേനി നമ്മളോട് പറയുമായിരുന്നു. ക്ഷേത്രത്തിൽ വരുന്ന ആചാരശുദ്ധികൾ പാലിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഈ ചടങ്ങിനും. വന്നേ, വാ.
മോളെ അതെടുത്തോളൂ. ആ, എടുക്ക് മോളെ. എടുക്ക്. ഉം. വാ മോളെ. ഉം. വാ. ഇവിടെ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്നറിയോ? ഇല്ല. അടുത്ത വർഷം ഈ സമയം ക്ഷേത്രത്തിൽ നിൽക്കുമ്പോ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കുഞ്ഞു ഉണ്ടാവണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിച്ചോളൂ മോളെ. എന്നിട്ട് അതിവിടെ കെട്ടിക്കോളൂ. കെട്ടിക്കോ. ഉം. സന്തോഷായി. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്. അമ്മ നടയിലൊന്ന് പോയിട്ട് വരാം. ഉം? അമ്മയുടെ ആഗ്രഹം കേട്ടല്ലോ. നടത്തി കൊടുക്കണ്ടേ നമുക്ക്? ഹേയ്. അടുത്തുനിന്ന് പോകാനൊന്നും ശ്രമിക്കണ്ട. അങ്ങനെയൊന്നും അകന്നു പോകാൻ പറ്റില്ല അതെനിക്ക്.